ഫഹദ് ഫാസിലാണോ പൃഥ്വിരാജാണോ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച നടൻ? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. നിങ്ങളെ സംബന്ധിച്ച് ഇവരിൽ ആരാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ഇപ്പോൾ കറന്റ് അഭിനയിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പൃഥ്വിരാജാണോ ഫഹദ് ഫാസിലാണോ ബെസ്റ്റ് ആക്ടർ കറന്റ്? ഫഹദ് ആയിരിക്കും. ഫഹദ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഫഹദ് ഞാൻ പറയാൻ? ലാസ്റ്റ് കണ്ട മൂവി ഫഹദിന്റെയാണ്. അത് വേട്ടയ്യനാണോ? ഏ? വേട്ടയ്യനാണോ? അല്ല, ആവേശം. 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 ഏതാണ് ഫേവറേറ്റ് മൂവി? പിന്നെ ഫഹദ് ഫാസിൽ. ലാസ്റ്റ് കണ്ട മൂവി, അയ്യോ ജസ്റ്റ് പേര് മറന്നായിരുന്നു. ആരുടെ? ഫഹദിന്റെ ആണോ? ആ, ലാസ്റ്റ് ഇറങ്ങിയത് ആളുടെ ഇതാണ് വേട്ടയ്യനാണോ? അല്ല, ഞാൻ നീ ഇടയിൽ ഒരു മൂവി കണ്ടിരുന്നു. ഏതാ, ഞാൻ പേര് മറന്നു. ഇവരില് ബെസ്റ്റ് ആക്ടർ ഇപ്പൊ ഫഹദ് ഫാസിലാണ്. ഫഹദാണ്. ഫഹദാണ്. ഫേവറേറ്റ് മൂവി ഏതാണ് ഫഹദിന്റെ? ഫേവറേറ്റ് മൂവി മൊത്തം ഓൾ ടൈം നോക്കുകയാണെങ്കിൽ നിങ്ങള് ഭയങ്കരമായിട്ട് അഭിനയം അടിപൊളിയാണെന്ന് തോന്നിയിട്ടുള്ളത്? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. മീൻസ് എനിക്ക് എല്ലാവരും കോമൺ ആണ്, പക്ഷെ ബെസ്റ്റ് ചെയ്യുന്നത് ഫഹദാണെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ നോക്കുമ്പോ ഫഹദ്. ഇവിടെയോ? അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾ ഇഷ്ടപ്പെടാനില്ല, രണ്ടുപേരും ഇവർ രണ്ടുപേരിലും കറന്റ് ഏറ്റവും ബെസ്റ്റ് ആക്ടർ ആരാണ്? നടൻ, നല്ലൊരു നടൻ. ബെസ്റ്റ് ആക്ടർ എന്ന് വെച്ചാല് കോമഡി എന്ന് പറയുമ്പോ ഫഹദ് ഫാസിൽ ചളി പറയും, എന്നാ പോലും നമുക്ക് ചളിയായിട്ട് തോന്നൂല. അതിനെ പൃഥ്വിരാജ് എന്ന് പറയുമ്പോ ഒരു മെയിൻ റോളാണുള്ള ആൾക്ക്. ഒരു കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ആണ്. അതായത് ഇപ്പൊ ഡയറക്ഷൻ, പ്രൊഡക്ഷൻ എല്ലാം ഉണ്ട്. പക്ഷെ പണ്ടൊരു പൃഥ്വിരാജ് ഉണ്ടായി, 21 വയസ്സിലൊക്കെ വന്ന് അതൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ ഇപ്പൊ ഒരു കറന്റില് തിളങ്ങി നല്ല ഹൈ എല്ലാ ലാംഗ്വേജാണ്, എല്ലാ റോളും എടുക്കുന്നുണ്ട്. ടെറർ ആയാലും കോമഡി ആയാലും ആൾക്കാരെ സെറ്റാക്കി എടുക്കുന്നുണ്ട്, എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഓഡിയൻസ്. അവരെങ്ങനെ പറയാ? എന്നാലും നിങ്ങളുടെ ഒരു ഇതിൽ വെച്ച് നോക്കി, കണ്ടിടത്തോളം വെച്ച് നോക്കുകയാണെങ്കിൽ ഫഹദ് ഫാസിൽ. എന്തുകൊണ്ടാണ് ഫഹദ് ഫാസില്? സൂപ്പർ അല്ലേ, ആള് നൈസാണ്. ഏതാണ് ഇഷ്ടപ്പെട്ട ഫഹദ് ഫാസിൽ മൂവി? ആവേശം. പൃഥ്വിരാജിനെ പറ്റി എന്താണ് അഭിപ്രായം? ഇവർ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫഹദ് ഫാസിലിനോടാണ് ഇഷ്ടം? ഫഹദ് ഫാസിലാണ്. അതും ഒരു ടൈറ്റ് ക്വസ്റ്റ്യൻ. എന്നാലും ഇപ്പൊ കറന്റ്ലി ആരാണ് ബെസ്റ്റ് ആക്ടർ? കറന്റ്ലി എനിക്ക് ഫഹദ് കുറച്ചുകൂടെ ഇഷ്ടമാണ്, ബെറ്റർ ആണ്. അങ്ങനെ രണ്ടൊരു ഈക്വൽ നിൽക്കണ ഇതാണ് പൃഥ്വിരാജും ഫഹദും. ഫഹദിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണ്? ഫഹദിനെ എനിക്ക് ഇഷ്ടത്തോടെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. എന്നാലും മഹേഷിന്റെ പ്രതികാരമൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള impact ഒരു ഇതാണ്. പൃഥ്വിരാജിന്റെയോ? രാജിന്റെ ഇപ്പോ രാജിന്റെ എല്ലാവരും ഇഷ്ടമാണ്. എന്നാലും പഴയ കുറച്ച് പടങ്ങളൊക്കെ പേര് പറയാനിപ്പോ ഇല്ല, എന്നാലും ഇഷ്ടമാണ്. പൃഥ്വിരാജ്. രണ്ടുപേരും അവരുടേതായിട്ടുള്ള രീതിയിൽ ബെസ്റ്റ് അല്ലേ? പക്ഷെ അതില് ആരാണ് ബെസ്റ്റ് അങ്ങനെ ചോദിച്ചാല് ഇപ്പത്തെ കറന്റ് പറഞ്ഞാൽ മതി. ഇപ്പൊ ആരാണ് ബെസ്റ്റ് ഇപ്പത്തെ സിനിമകളും ഒക്കെ നിങ്ങൾ കണ്ടതിൽ വെച്ചിട്ട്? ഇപ്പത്തെ ഇപ്പം നമ്മൾ ആടുജീവിതം അല്ലെങ്കിൽ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജ് കുറച്ചും കൂടെ ആക്ടിങ്, അയാൾ എടുക്കുന്ന ഒരു എഫോർട്ട് ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ ആ വ്യക്തി ആയിരിക്കുമല്ലോ. കാരണം ഫഹദിന്റെ ഫിലിംസ് ഒന്നും പുതിയതായിട്ടൊന്നും അധികം ഒന്നും ഇറങ്ങിയിട്ടില്ല. ലാസ്റ്റ് ആവേശമാണ് തോന്നുന്നു. പിന്നെ വേട്ടയുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പൃഥ്വിരാജ് 16 വർഷമൊക്കെ ഡെഡിക്കേഷൻ കൊടുത്ത ഒരു സിനിമ. ഏതാണ് പൃഥ്വിരാജിന്റെ ഫേവറേറ്റ് മൂവി? നന്ദനം, ആടുജീവിതം ഇഷ്ടമാണ്. ഇവിടെ ക്ലാസ്മേറ്റ്സ്. ഓക്കെ. ഫഹദ് ഫാസിൽ. ഇവിടെയോ? ഫഹദ് ഫാസിൽ. എന്തുകൊണ്ടാണ് ഫഹദ് ഫാസിൽ? ഫഹദ് ഫാസിലിന്റെ മൂവി എനിക്ക് അധികം ഇഷ്ടം. കാരണം കുറച്ചും കൂടി ആദ്യം നടനായിട്ടും പിന്നെ വില്ലനായിട്ടും അഭിനയിക്കും. അടിപൊളിയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഫഹദ് ഫാസിൽ എന്ന് പറയാൻ കാരണം? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫഹദ് ഫാസിൽ മൂവി ഏതാ? അവന്റെ കൂടുതൽ ഇഷ്ടപ്പെട്ട സൈക്കോ പോലത്തെ മൂവീസാണ്, മറ്റേ പുഷ്പ പോലത്തെ കുമ്പളങ്ങി നൈറ്റ്സിലുള്ള ആവേശം ഇതൊക്കെയാണ്. എല്ലാവരും ഫഹദ് ഫാസിലെ, ഒരു പൃഥ്വിരാജ് ഇല്ല. എന്തുകൊണ്ടാണ് ഫഹദ് ഫാസിൽ? പുള്ളി കണ്ണുകൊണ്ട് അഭിനയിക്കും, ബാക്കിയുള്ളവരൊക്കെയാ? എക്സ്പ്രഷൻ ഒക്കെ അടിപൊളിയാണ്. ഇവിടെയോ? എന്തുകൊണ്ടാണ് ഫഹദ് ഫാസിൽ? വ്യത്യാസമായിട്ടുള്ള ക്യാരക്ടറൊക്കെ ചെയ്യും പുള്ളി. പൃഥ്വിരാജും ചെയ്യണില്ലെന്നല്ല, എന്നാലും കുറച്ചും കൂടി നല്ലപോലെ പകത്ത് ചെയ്യും ഫഹദ് ഫാസിൽ. ഇവിടെ എന്താണ് ഫഹദ് ഫാസിൽ? എന്തുകൊണ്ടാണ്? പുള്ളി
പുള്ളിയുടെ ക്യാരക്ടറൊക്കെ അടിപൊളിയാണ്. അടിപൊളിയാണ്. എവിടെയോ ഇതൊക്കെ തന്നെ രണ്ടുപേരും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം രണ്ടുപേരും എന്താ പറയുക, ഇപ്പൊ ലാലേട്ടൻ മമ്മൂക്ക, രജനീകാന്ത് കമലഹാസൻ, വിജയ് സൂര്യ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ മലയാളം എടുത്ത് നോക്കണ ലാലേട്ടൻ മമ്മൂക്ക ഭയങ്കര ഫാൻ ഫൈറ്റ് ഉണ്ടാകും. പക്ഷേ ഇവർ രണ്ടുപേരും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ശരിയല്ലേ? അതെ. അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. അതേപോലെ ഫഹദ് ഫാസിലിന്റെ ശൈലിയിൽ അഭിനയിച്ചു തോന്നുന്നു, പൃഥ്വിരാജിന്റെ ശൈലിയിൽ അഭിനയിച്ചു തോന്നുന്നു. രണ്ടുപേർക്ക് അവരുടേതായ രീതിയിലുള്ള കഴിവുകളുണ്ട്. രണ്ടുപേരെ എനിക്ക് ഇഷ്ടമാണ്. കറന്റ് ഇപ്പൊ ഓൾ ടൈം ഇപ്പൊ നിലവിലെ ഏറ്റവും കൂടുതൽ നല്ല പെർഫോമൻസ് ഒക്കെ തന്നെ സിനിമ ഉള്ളത് ആരുടെയാണ്? അത് പൃഥ്വിരാജിന്റെ ആണെന്ന് വേണം എടുത്തു പറയാൻ പറ്റും. പുള്ളി അധികം സിനിമ ചെയ്യുന്നില്ലെങ്കിലും ആൾക്കാർക്ക് ആവർത്തന വിരസത ഇഷ്ടപ്പെടുന്നില്ല. ഫഹദിന്റെ കുറെ പടങ്ങൾ ആവർത്തന വിരസത എന്ന് പറയുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും കലാകാരന്മാരാണ്. ശരിയല്ലേ? പക്ഷെ ആവർത്തന വിരസത ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഇപ്പൊ നസ്ലിനാണെങ്കിലും നെഗറ്റീവ് കമന്റുകൾ ഉണ്ടാകുന്നുണ്ട്. സ്ഥിരം ഒരേ സാധനങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേക്കിനും വരുന്നുണ്ട്. അത് ഞാൻ ചെയ്താലും ഉണ്ടാവും. ഞാൻ സ്ഥിരം തന്നെ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങളെ ചാനൽ എടുത്തു കഴിഞ്ഞാൽ സ്ഥിരം ഒരു കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമോ? ഇല്ല. നമ്മൾ വ്യത്യസ്തം. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആരും കാണത്തില്ല. എന്തെങ്കിലും പുതുമ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ്. രണ്ടുപേരെ ഇഷ്ടമാണ്. എനിക്ക് പൃഥ്വിരാജ്. എന്തുകൊണ്ടാണ് പൃഥ്വിരാജ്? ഞാൻ കൂടുതലും കാണുന്നത് പൃഥ്വിരാജിന്റെ മൂവിയാ. ഏതാണ് ഇഷ്ടപ്പെട്ട പൃഥ്വിരാജ് മൂവി? സത്യം എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട് പണ്ടത്തെ. പിന്നെ ഇപ്പൊ ഞാൻ കുറച്ച് നാളായി കണ്ടിട്ട്. പിന്നെ ക- ലാസ്റ്റ് കണ്ടത് ഗുരുവായൂരമ്പലനടയില്ല. കറന്റ് ഇവർ രണ്ടുപേരും നോക്കുമ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് ആക്ട് ചെയ്യണ ആരാണ്? പൃഥ്വിരാജ പൃഥ്വിരാജാണ്. എനിക്ക് തോന്നിയിട്ടുള്ള ആടുജീവിതം കണ്ടായിരുന്നോ? ആടുജീവിതം കണ്ടിട്ടായിരുന്നു. ഞാൻ കണ്ടിട്ടായിരുന്നു. പൃഥ്വിരാജാണ് പൃഥ്വിരാജാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടം. പൃഥ്വിരാജ ഇഷ്ടപ്പെട്ട നടൻ. പൃഥ്വിരാജാണോ ഫഹദ് ഫാസിലാണോ കറന്റ് ഏറ്റവും ബെസ്റ്റ് ആക്ടർ? ഇവരിലാരാണ് നല്ല നടൻ? രാജുവേട്ടനാണോ ഫഹദാണ്. ആ. ആക്ടിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ രാജുവേട്ടൻ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഫഹദിന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലിയൊരു ആക്ടിങ് ഞാൻ പറയുന്നില്ല. ഡീസന്റ് ആക്ടിങ് ആണ്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് രാജുവേട്ടന്റെ ഒരു രീതിയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട രാജുവേട്ടൻ മൂവി ഏതാണ്? രാജുവേട്ടന്റെ ഒരുപാട് റീസെന്റ് അടിപൊളി അഭിനയമായിട്ട് തോന്നിയേക്കണേ ഈ പടം നമ്മുടെ ഗുരുവായൂരമ്പലം ഗുരുവായൂരമ്പലനടയിലാണ് ഓൾ ടൈമിൽ ഏറ്റവും ഓൾ ടൈം പെർഫോമൻസ്. നല്ല അടിപൊളി പെർഫോമൻസ് ആയിട്ട് തോന്നിയേക്കണത്. നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലെവലിലുള്ള പെർഫോമൻസ്. കാരണം സിനിമയിൽ കാണുന്ന പോലെയല്ല, അത് ഞാൻ പേഴ്സണൽ ലൈഫിലൊന്നും ഞാൻ ചിന്തിക്കാറുണ്ട്. ആടുജീവിതം എങ്ങനെയുണ്ടായി? ആടുജീവിതം പേഴ്സണലി എന്താ പറയാ, ഒരു റിയലിസ്റ്റിക് സ്റ്റോറിയാണല്ലോ. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടും. എനിക്ക് ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടു.